ഗൃഹനാഥനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം. മരണപ്പെട്ട ദിനേശനെ അപായപ്പെടുത്താൻ പ്രതിയായ കിരൺ മുമ്പും ശ്രമിച്ചിരുന്നു. കിരണിൻ്റെ അമ്മയുമായുള്ള അയൽവാസിയായ ദിനേശൻ്റെ അടുപ്പത്തിൽ കിരണിനും പിതാവിനും സംശയമുണ്ടായിരുന്നു. കുറച്ച് മാസം മുമ്പ് രാത്രിയിൽ കിരണിൻ്റെ വീട്ടിലെത്തിയ ദിനേശനെ വൈദ്യുതി കമ്പി മുറ്റത്തിട്ട് ഷോക്കടിപ്പിക്കാൻ കിരൺ ശ്രമിച്ചിരുന്നു. അന്ന് ദിനേശൻ ആയുസ്സിൻ്റെ നീളം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തൻ്റെ അമ്മയുമായുള്ള ബന്ധത്തെ തുടർന്നുള്ള വൈരാഗ്യത്തോടു കൂടി തന്നെ 6 മാസം മുമ്പും കിരൺ ദിനേശനെ മർദ്ദിച്ചിരുന്നു. അന്ന് ദിനേശന് ബോധം നഷ്ടപ്പെട്ടിരുന്നെന്നും മകൾ ദീപ്തി പറഞ്ഞു. 3-4 മാസം മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ കിരണിൻ്റെ അമ്മയുടെ പക്കലേക്ക് അച്ഛനായ ദിനേശൻ പോയെന്നും മകനായ കിരൺ അത് കണ്ട് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അടുത്ത വീട്ടിലെ സ്ത്രീ പറഞ്ഞതായും മകൾ പറഞ്ഞു. അന്ന് അച്ഛന് ബോധം പോലും ഇല്ലായിരുന്നു എന്നും അച്ഛനുമായി വലിയ ബന്ധമില്ലാതെയാണ് ഇപ്പോൾ മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തിരക്കാനൊന്നും പോയിട്ടില്ല. വേറെ വഴക്കുണ്ടായോ എന്നറിയില്ല. ഈയിടയിലാണ് അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷവും പ്രതി കിരൺ ഒന്നും അറിയാത്ത ആളെപ്പോലെ സംസ്കാര ചടങ്ങിലെല്ലാം പങ്കെടുത്തെന്നും ദിനേശൻ്റെ മക്കൾ അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനും സംസ്കാര ചടങ്ങുകളിലുമെല്ലാം കിരൺ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദിനേശൻ പാവമായിരുന്നെന്ന് മരണശേഷം കിരൺ പ്രദേശവാസികളോടും പറഞ്ഞിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 6:30 പുന്നമ്പ്ര വടക്ക് പഞ്ചായത്തിൽ 15-ാം വാർഡിൽ കണ്ണങ്കാട് വെളിയിൽ 53 വയസ്സുള്ള ദിനേശനെ വീടിന് കിഴക്കുവശത്തുള്ള വിജനമായ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷോക്കേറ്റാണ് ദിനേശൻ മരണപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്തി. തൊട്ടടുത്ത അയൽവാസി തന്നെയായ 27 വയസ്സുകാരൻ കിരനും പിതാവ് കുഞ്ഞുമോനും ചേർന്ന് ദിനേശനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക വിവരം മറച്ചുവെച്ചതിന് കിരണിൻ്റെ മാതാവ് അശ്വതിയെ അറസ്റ്റ് ചെയ്തു. തൻ്റെ അമ്മയുമായി വഴിവിട്ട ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിലാക്കിയ കിരൺ ദിനേശനെ അനേക പ്രാവശ്യം തന്നെ വിലക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും അനുസരിക്കാതെ ദിനേശൻ ആരും കാണാതെ കിരണിൻ്റെ അമ്മയായ അശ്വതിയുമായുള്ള അവിഹിത ബന്ധം തുടർന്നു. ഇത് പല വേളയിൽ കണ്ടിരുന്ന കിരണും കിരണിൻ്റെ അച്ഛനായ കുഞ്ഞുമോനും ചേർന്നാണ് ഇത്തരമൊരു പ്രവർത്തനം ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ പുറത്തു വരുന്നത്. ആദ്യം ഷോക്കടിപ്പിച്ചതിന് ശേഷം കിരൺ മരിച്ചോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും പ്രതികൾ ഷോക്കടിപ്പിക്കുകയായിരുന്നു എന്നും വെളിപ്പെടുത്തലുകളുണ്ട്. മാസങ്ങളായി ദിനേശൻ്റെ മക്കളുടെ കൂടെയല്ല ദിനേശൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളോട് നല്ല രീതിയിലുള്ള സ്വരച്ചേർച്ചയില്ലാത്തതിൻ്റെ പേരിൽ കൂടുതൽ സംസാരങ്ങളൊന്നും നടക്കാറില്ല. അയൽവാസിയായ അശ്വതിയുമായി അച്ഛന് പലതരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്ന് മുമ്പും മക്കൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇത് പല വേളയിൽ കണ്ട അശ്വതിയുടെ മകനായ കിരൺ പല പ്രാവശ്യം ദിനേശനെ വിലക്കിയെങ്കിലും വീണ്ടും ആ പ്രവർത്തനം തുടർന്നതാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് കിരണിനെ എത്തിച്ചത്.